ഇന്ന് 143 KSRTCയുടെ പുതിയ ബസ്സുകൾ കൂടി നിരത്തിലേക്ക് വരികയാണ്. ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള പുതിയ ബസ്സുകൾ ഓണസമ്മാനമായി എത്തുന്നു. ഫ്ളാഗ് ഓഫ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. KSRTCയിലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനവും ഇന്നുണ്ടാകും. അപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ബസ്സുകളാണ് വന്നിരിക്കുന്നത്. മാനസ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ബസ്സുകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. മാനസ, രാവിലെ KSRTCയുടെ മുന്നിലാണ് നിൽക്കുന്നത്. 143 ബസ്സുകൾ, അത് ഏറ്റവും മികവുറ്റ ആധുനിക സംവിധാനങ്ങളുള്ള ഏറ്റവും പുതിയ മോഡലിൽ ഡിസൈൻ ചെയ്ത വണ്ടികളല്ലേ? അതേ മനോ, KSRTC സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വളർച്ച തന്നെയാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെയധികം ജീവനക്കാർ ഉൾപ്പെടെ വലഞ്ഞ അല്ലെങ്കിൽ പ്രയാസപ്പെട്ട ഒരു മേഖല തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു KSRTC എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ദിനം പ്രതി KSRTCയെ എത്രത്തോളം മനോഹരമാക്കാം, അത് ജനസൗഹൃദമാക്കാം, അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും ഏറെ ആശ്വാസകരമായ രീതിയിൽ മുന്നോട്ട് പോകാം എന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു നേട്ടം പറയാനാണ്. അതായത് KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 143 പുത്തൻ ബസ്സുകളാണ് നിരത്ത് കീഴടക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അതിൻ്റെ ചില ബസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണിക്കുന്നത്. ആനയറ സ്വിഫ്റ്റ് ഡിപ്പോയിലാണ് ഫ്ലാഗ് വൈകുന്നേരം കൂടി ശ്രേണിയിൽപ്പെട്ട 143 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ BS6 വിഭാഗത്തിലുള്ള അത്യാധുനിക ബസ്സുകളാണ് നിരത്തിൽ ഇറക്കാൻ പോകുന്നത്. ഫാസ്റ്റ് ബസ്സുകളാണ് നിരത്തിൽ ഇറക്കാൻ പോകുന്നത്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ലിങ്ക്, വോൾവോ, AC സീറ്റർ കം സ്ലീപ്പർ, AC സ്ലീപ്പർ, AC സീറ്റർ, മിനി ബസ് എന്നീ വിഭാഗത്തിലാണ് പുതിയ ബസ്സുകൾ ഉള്ളത്. നമ്മളിൽ ദൃശ്യങ്ങളിൽ കാണുന്നതും AC സ്ലീപ്പർ ബസ്, അതോടൊപ്പം തന്നെ അതിന് തൊട്ടിപ്പുറത്തായുള്ളത് ലിങ്ക് ബസ്, സൂപ്പർ ഫാസ്റ്റ് ബസ്, പിന്നെയും ഈ AC സ്ലീപ്പർ ബസ്. അതിൻ്റെയൊക്കെയും തന്നെ ഓരോ ബസ്സുകളാണ് ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ബസ്സുകൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നടൻ മോഹൻലാലും വോൾവോയിൽ 11 മണിക്കാണ് വോൾവോയിൽ സഞ്ചരിക്കാൻ നടൻ മോഹൻലാൽ എത്തുന്നത്. ഒപ്പം തന്നെ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ്സാണ് ലിങ്ക് ബസ്. ഒപ്പം അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ് എല്ലാ ബസ്സുകളിലും ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, KSRTCയിൽ സ്ലീപ്പർ ബസ്സൊക്കെയും തന്നെ ചൂസ് ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പെട്ട ഒരു നാളുകളും കഴിഞ്ഞ കാലങ്ങളൊക്കെയും തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കും എത്രത്തോളമായിരുന്നു KSRTCയിലെ അവസ്ഥ എന്നുള്ളത്. പക്ഷേ അതിൽ നിന്ന് മികവിന്റെ മേഖല നാളുകളിലേക്ക് KSRTC മാറുന്നതാണ് ഈ ഓണക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രേക്ഷകരെ, ആ ബസ്സിന്റെ ഭംഗി നിങ്ങൾ കണ്ടില്ലേ? ആ സ്ലീപ്പർ ബസ് കണ്ടില്ലേ? നല്ല ത്രിവർണ്ണ നിറത്തിൽ നമ്മുടെ ദേശീയ പതാക പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമാണല്ലേ?